എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നവരാത്രിയുടെ 9-ാം ദിവസമാണ്. ഇന്ന് മഹാനവമിയാണ്. ഇന്ന് ആരാധിക്കേണ്ട ദുർഗാദേവി ഭാവം എന്ന് പറയുന്നത് സിദ്ധിദാത്രിയാണ്. പേരിൽ തന്നെയുണ്ട് എല്ലാവർക്കും സകല സിദ്ധികളെയും ദാനം ചെയ്യുന്നവളെന്നാണ്. ദേവി സർവാഭീഷ്ട സിദ്ധികളോടെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. സർവ ചരാചരങ്ങൾക്കും സിദ്ധിയെ നൽകുന്നത് ദേവിയാണ്. ദേവി ചതുർഭുജങ്ങളിൽ ഗദാചക്രങ്ങളും ശംഖും താമരയും ധരിച്ച് സർവാഭീഷ്ട വരദായിനിയായി ശോഭിക്കുന്നു. ധ്യാന ശ്ലോകം: സിദ്ധഗന്ധർവൈർ യക്ഷദൈത്യർ ദൈത്യസുരൈരമരവി സേവ്യമാന സദാ ഭൂയാത് സിദ്ധിദാ സിദ്ധിദായിനി. സിദ്ധന്മാർക്കും ഗന്ധർവന്മാർക്കും യക്ഷന്മാർക്കും ദൈത്യന്മാർക്കും അസുരന്മാരും അമരന്മാരും തുടങ്ങിയവരാൽ സേവിക്കപ്പെടുന്നവളും ആയ സിദ്ധിദായിനി എല്ലാ സിദ്ധികളും പ്രദാനം ചെയ്യണമേ എന്നാണ് പറയുന്നത്. അതായത് എല്ലാവരും ദേവി, സിദ്ധന്മാരും ഗന്ധർവന്മാരും യക്ഷന്മാരും ദൈത്യന്മാരും സുരന്മാരും അമരന്മാരും എല്ലാം ദേവിയെ സേവിക്കുന്നു. അങ്ങനെയുള്ള ദേവി എല്ലാവർക്കും എല്ലാ സിദ്ധികളും പ്രദാനം ചെയ്യണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഈ സ്തുതിയാൽ ദേവി ഉപാസന ചെയ്താൽ സകല അഭീഷ്ടങ്ങളും സാധിക്കുമെന്നാണ്. നവരാത്രിയുടെ 9-ാം ദിവസം കുമാരി പൂജയായി ആചരിക്കുന്നു. ദേവിയെ ഈ ദിവസം സുഭദ്രയായിട്ടാണ് കരുതുന്നത്. ഈ ദിവസം 10 വയസ്സുള്ള കന്യകമാർക്ക് വസ്ത്രം, ആഭരണം, മധുരം, തിലകം എന്നിവ നൽകി അവരെ സന്തോഷിപ്പിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നതിലൂടെ ദേവീ പ്രസാദവും ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. നവരാത്രി ആഘോഷത്തിന് കാരണമായി പറയുന്ന ദേവിയുടെ യുദ്ധവിജയ കഥകൾ ദേവീ മാഹാത്മ്യത്തിലും ദേവീ ഭാഗവതത്തിലും മാർക്കണ്ഡ പുരാണത്തിലും പറയുന്നുണ്ട്. മഹിഷാസുരൻ, ധൂമ്രലോചൻ, ചണ്ഡമുണ്ടന്മാർ, രക്തബീജൻ, ശുംഭനിശുംഭന്മാർ എന്നിവരുടെ നിഗ്രഹത്തിനായി ദേവി ഓരോരോ അവതാരമെടുക്കുകയും അതിൻ്റെ വിജയം ആഘോഷിക്കുകയും ചെയ്യുന്നതാണ് നവരാത്രി ആഘോഷമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ആദിപരാശക്തിയെ ഉണർത്തി നമ്മുടെ ആദിശക്തിയെ ഉണർത്തി വിജയദശമിയിൽ മനുഷ്യ മനസ്സിലേക്ക് നന്മയുടെയും അറിവിൻ്റെയും തെളിച്ചവും വെളിച്ചവും ഉണ്ടാക്കുന്നു. യാ ദേവി സർവഭൂതേഷു ശ്രദ്ധാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ഇതോടൊപ്പം തന്നെ പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രഖണ്ഡേതി, കുഷ്മാണ്ഡേതി ചതുർത്ഥകം, പഞ്ചമം സ്കന്ദമാതേതി, ഷഷ്ടം കാത്യായനീ ച, സപ്തമം കാളരാത്രീതി, മഹാഗൗരീതി ചാഷ്ടമം, നവമം സിദ്ധിദാ പ്രോക്ത നവദുർഗാ പ്രകീർത്തിത. ഉക്ത്യാന്യേതാനി നാമാനി ബ്രഹ്മണൈവ മഹാത്മന, അഗ്നിനാ ദഹ്യമാനസ്തു ശത്രുമധ്യഗതോരണേ, വിഷമേ ദുർഗമേ ചൈവ ഭയാർത്ത ശരണം ഗത. ന തേഷാം ജായതേ കിഞ്ചിൽ അശുഭം രണസങ്കടേ, നാപദം തസ്യ പശ്യാമി ശോകദുഃഖഭയം നഹി, യസ്തു ഭക്ത്യാ സ്മൃതാ നൂനം തോഷാമൃദ്ധി പ്രജായതേ. ഈ നവദുർഗാസ്തുതി കൂടി ചൊല്ലണം. അപ്പോൾ ഈ നവരാത്രി കാലത്ത് നമുക്കെല്ലാം സിദ്ധി, ബുദ്ധി, അറിവ്, ആരോഗ്യം, സമ്പത്ത്, ധൈര്യം ഇവയൊക്കെ നേടാൻ ദേവിയെ ഉപാസിക്കുക, പ്രാർത്ഥിക്കുക. നവരാത്രിയുടെ 9-ാം ദിവസമായി ഇപ്പോൾ എല്ലാവർക്കും കഴിയുന്ന പോലൊക്കെ തന്നെ ദേവിയെ ഉപാസിക്കുക, ദേവിയെ പ്രാർത്ഥിക്കുക. ദേവിക്ക് നമ്മുടെ അമ്മ 9-ാം നവരാത്രി കഴിയാറായി, നമ്മുടെ അമ്മ വീട്ടിൽ വന്നിരിക്കുന്ന യാത്ര പറയാനുള്ള സമയമായി എന്ന് പറഞ്ഞാൽ നവരാത്രി മഹോത്സവം കഴിഞ്ഞ് നാളെ വിജയദശമിയാണ്. വിജയദശമിയിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിവ് പകരാനായി സരസ്വതി ദേവി എത്തുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഐശ്വര്യങ്ങളും ആരോഗ്യവും സമ്പത്തും എല്ലാം നമുക്ക് തരാനായിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു ഈ നവരാത്രികളിൽ. അപ്പോൾ നമ്മൾ ഈ നവരാത്രി ഈ മഹാനവമി ദിവസത്തിലും ദശമി ദിവസത്തിലും നമുക്ക് പറ്റുന്നത് പോലെ നമ്മൾ ദേവിയെ ഉപാസിക്കുക, പ്രാർത്ഥിക്കുക. നമുക്കെല്ലാ ഐശ്വര്യങ്ങളും ദേവി പ്രദാനം ചെയ്യും. എപ്പോഴും ഈ ആദിപരാശക്തിയായ അമ്മേ, ഈ വിശ്വമാതാവിനെ ഭജിക്കുക. നമുക്ക് അമ്മ മക്കളെ എന്ന പോലെ നമ്മളെ പാലിച്ച് നമ്മളെ ഒരാപത്തിലും പെടാതെ നമ്മളെ കാത്തു സംരക്ഷിച്ചുകൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. ആ അമ്മയെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ മക്കളായവരുടെ ദൗത്യം. അത് ചെയ്ത് എല്ലാവർക്കും ഈ നവരാത്രി കാലം വളരെ ശോഭനമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നവരാത്രിക്ക് ശേഷം എല്ലാവർക്കും സർവ്വസമ്പത്തും ആയുസ്സും ആരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങളോട് ഈ നവരാത്രിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ സാധിച്ചത് ദേവീ പ്രസാദമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.
എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും നേരുന്നു. അതുപോലെ തന്നെ നാളെ വിജയദശമി ദിവസത്തിൽ ആദ്യാക്ഷരം കുറിക്കുന്ന എല്ലാ കുരുന്നുകൾക്കും എൻ്റെ വിജയദശമി ആശംസകൾ. അതുപോലെ തന്നെ പുസ്തകം പൂജയ്ക്ക് വെച്ചിരിക്കുന്ന എല്ലാ ബാലികാ ബാലന്മാർക്കും എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളോടും ഒപ്പം തന്നെ എന്താ പറയുന്നത്, ഞാൻ സാധാരണക്കാരിയായ ഒരു അധ്യാപികയാണ്. എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും അതോടൊപ്പം തന്നെ സരസ്വതീ ദേവിയുടെ അനുഗ്രഹങ്ങളും ദുർഗാദേവിയുടെ അനുഗ്രഹങ്ങളും എപ്പോഴും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.